ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കേരക്കറി ഉണ്ടാക്കും, അതും വറുത്തരച്ച്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ തേങ്ങായും കൊച്ചുള്ളിയും പെരുംജീരകവും വേപ്പിലയും ഇട്ട് വറുക്കുവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തേങ്ങ അടുക്കി പിടിക്കും. കരിയാതെ വേണം എടുക്കാൻ. മീനെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പം മൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയായിരിക്കും. എന്നിട്ട് നല്ലപോലെ ഇനിയും വറുത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടും. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. എന്നിട്ടും ഇച്ചിരി നേരം ഒന്നും കൂടെ വറുത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. അത് എരിവിനനുസരിച്ച്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, അപ്പോൾ അതുകൊണ്ട് ആ കണക്കിന് ചേർക്കാം. ഇനി വീണ്ടും ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. എൻ്റെ വീട് ആലപ്പുഴയില. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കാക്കാഴത്ത. അപ്പം ആ രണ്ട് ടച്ചിലുള്ള കറിയാണ് വെക്കുന്നത്. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയുക. നല്ലതുപോലെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല മൈ പോലെ അരക്കണം. ഞാൻ ചട്ടി വെച്ച് കറി ഉണ്ടാക്കാൻ. ചട്ടി ഒന്ന് ചൂടാകട്ടെ. നമുക്കപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാകട്ടെ. ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേപ്പില ഇടാം. ഇനി നമുക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് ഇതിടാം. ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ പച്ചമണവും മാറണം. നമുക്കിനി അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പും ആവശ്യത്തിന് വെള്ളവും കൂടിയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തക്കാളിയും കൊടംപുളിയും ചേർക്കാം. ചെറുതാണെങ്കിൽ ഒരു 2 തക്കാളി, വലുതാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി. വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച പുളി ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ് ചേർക്കാം. കുറച്ച് നേരം കറി ഒന്ന് തിളക്കട്ടെ. കറി നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഉപ്പും പൊളിയൊക്കെ ഇറങ്ങട്ടെ. നമ്മളൊന്ന് പതുക്കെ താവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം.
നമുക്കിനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഈ തിളക്കുന്ന കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.